മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിങ്ങിൽ മാനസിക ആരോഗ്യമുള്ള കുട്ടികളെ പ്രതീക്ഷിക്കുന്നവർ ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ക്രമീകൃതമായ ആഹാര രീതിയാണ്. അതേപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, എങ്കിലും അത് വേണം എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. അമ്മയുടെ മാനസിക വികാരം കുഞ്ഞിനെ ബാധിക്കും. ടേപ്പ് റെക്കോർഡർ പോലെയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും കൂടുതലാണ്. അമ്മയുടെ വികാരങ്ങൾ കുഞ്ഞ് ഒപ്പിയെടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ അവസരത്തിൽ ഗർഭിണികളെ പ്രത്യേകം ശ്രദ്ധിക്കുക, പരിപാലിക്കുക പണ്ട് കാലങ്ങളിൽ വളരെയേറെ ആയിരുന്നു. അന്ന് ഗർഭിണികളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നോക്കുക, ഇതിനൊക്കെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ലക്ഷ്യം ഇതുതന്നെയാണ്. പക്ഷേ ഇന്ന് ഒരുപക്ഷെ ഭർത്താവിൻ്റെ കൂടെയാണ് കൂടുതൽ സുരക്ഷിതത്വം എന്നുള്ളതുകൊണ്ടാവാം ആ ചടങ്ങുകളൊക്കെ ഒരു ചടങ്ങുകളായിട്ടത് മാറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതിനെല്ലാവരും ശ്രദ്ധിക്കണം. അമ്മ സന്തോഷവതിയായിരിക്കണം. സന്തോഷവതിയായിരിക്കാൻ ഭർത്താവും കുടുംബാംഗങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. ഈ അവസരത്തിൽ അവൾ അല്പം തൊട്ടാവാടിയാവും. കുഞ്ഞിൻ്റെ വികാരങ്ങൾ അതേപടി ഒപ്പിയെടുക്കുന്നത് കൊണ്ട് അവളും ആ രീതിയിലൊക്കെ പെരുമാറാനും ഇടപെടാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങും. അത് അവളെ ധൈര്യവതിയായിരിക്കുക ഉപദേശിക്കുകയല്ല. അവളിങ്ങനെ പെട്ടെന്ന് കരയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ കരയുന്നത്, നീ ധൈര്യമായിട്ടിരിക്കുക, ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവളുടെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കരയുന്ന വിഷമങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യട്ടെ, ഭർത്താവ് അത് കേൾക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഗർഭിണികളോട് പാടാൻ പറയുന്നത് നല്ലതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പാട്ട് മനസ്സിന് സന്തോഷം ഉണ്ടാകും. മനുഷ്യൻ ഒരു പാട്ടും അറിയാൻ മേലാത്തവന് മൂളിപ്പാട്ട് പാടും, അവന് സന്തോഷം ഉണ്ടാകും. അപ്പോൾ അത് പാട്ടുകൾ പാടുന്നല്ല, നല്ല മനോഹരമായ പാട്ടുകൾ ഇന്നുണ്ട്. അത് ക്രൈസ്തവ ഗാനവും കൂടി ആകുകയാണെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി. മനസ്സ് സന്തോഷം ഉണ്ടാകും, അതുപോലെ തന്നെ ഈശോയെ കൂടെ കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അത് നല്ലതാണ് എന്ന് ഞാൻ എടുത്ത് പറയുകയാണ്. ദുഃഖിച്ചിരുന്നാൽ എന്താ പറ്റുക? അമ്മ കൊച്ചിനെ ഗർഭം ധരിച്ചുകൊണ്ട് ദുഃഖിച്ച് മോന്തയും വീർപ്പിച്ചിരിക്കും. കൊച്ചുണ്ടാകുമ്പോൾ കൊച്ചിൻ്റെ മോന്ത വേണിയിരിക്കും. പ്ലാസ്റ്റിക് സർജറി നടത്തിയാലും ശരിയാവത്തില്ല. അപ്പോൾ നമ്മളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മുഖം കൊടുക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അച്ഛൻ പറയുക. പ്രഭാഷകൻ 38:20 പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. വളരെയേറെ ദുഃഖത്തിൽ വീണു പോയാൽ അത് കുഞ്ഞുങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കും. അമ്മ നല്ല വായനയിൽ മുഴുക, അറിവ് സമ്പാദിക്കുക ഈ സമയത്ത് നല്ലതാണ്. ജർമ്മൻകാരൻ ഹ്യുവാങ് 9 വയസ്സിൽ 3 MA പാസ്സായി, ലോകാത്ഭുതങ്ങളിലൊന്നാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഗർഭകാലത്ത് അമ്മ ഉറക്ക വായിക്കുമായിരുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അമ്മ കുഞ്ഞിനെ നേരത്തെ അവർ പഠിപ്പിച്ചു തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കാരണം നാട്ടിൽ പറയുന്നില്ലേ, അധ്യാപകരുടെ മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുമെന്ന്. ചിലരെ നെഗറ്റീവായിട്ട് പറയാം, അതും അവർ മാർക്കിട്ട് കൊടുക്കുന്ന. അങ്ങനെയല്ല. കാരണം ഇവർക്ക് പഠിക്കണമെന്നുള്ള താല്പര്യം ഒത്തിരി ഉള്ളതുകൊണ്ട് അത് കുഞ്ഞുങ്ങൾക്കും ആ ശീലം കിട്ടുകയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഞാനിപ്പോഴും പറയാറുണ്ട്, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അദ്ദേഹം പറയുന്നുണ്ട്, അമ്മ BAക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോഴാണ് ഞാൻ അമ്മയുടെ വയറ്റിലുണ്ടാകുന്നത്. അപ്പം അമ്മയുടെ ഈ പഠിക്കാനുള്ള തത്രപ്പെടൽ ആ മകന് ധാരാളമായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹം 3 MA പാസ്സായി, IPS ഉദ്യോഗസ്ഥനാണ്. ഏത് ജോലിയിൽ, പോലീസിൽ നമ്മുടെ IG ആയിരുന്നല്ലോ, എവിടെ ഇട്ടാലും പഠിക്കണമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത് ഞങ്ങളുടെ ഫാമിലി പോസ്റ്റ് ഓഫീസിൽ വന്ന് പഠിക്കുവാൻ വേണ്ടി അദ്ദേഹം കുറേയേറെ സമയം ചെലവഴിച്ചു. അങ്ങനെ ഞങ്ങളടുത്ത് സുഹൃത്തുക്കളാകുവാൻ ഇടയായി എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല മക്കളുണ്ടാകുവാൻ ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ ബൈബിള് വായിക്കുക, ദൈവോന്മുഖമായ ചിന്തകൾ വളരെ നല്ലതാണ്. പ്രഭാഷകൻ
1:14 പറയുന്നുണ്ട്, ഗർഭത്തിൽ വിശ്വാസി ഉരുവാകുന്നു. കുഞ്ഞല്ല, വിശ്വാസിയാണ് ഉരുവാകുന്നത്. ഇക്കാര്യങ്ങളിൽ അമ്മച്ചിമാർ പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യത്തെ കത്ത് ആരുടേതാണ്? ആദ്യത്തെ കത്ത് എടത്തുവായിൽ നിന്നും ലിസിയുടേതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ഭർത്താവ് സാമാന്യം നല്ല മനുഷ്യൻ, എന്നോട് സ്നേഹമാണ്. പക്ഷേ എപ്പോഴും സഭയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വലിയ കുഴപ്പമില്ല. മേജർ ആർച്ച് ബിഷപ്പ് മുതൽ താഴോട്ട് എല്ലാവരുടെയും കുറ്റം പറയും. വികാരിയച്ഛന് ഇല്ലാത്ത കുറ്റമില്ല. വല്ലപ്പോഴും പള്ളിയിൽ പോകും. അപ്പോഴൊക്കെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരും. ആദ്യമൊക്കെ ഞാൻ എതിർത്ത് പറഞ്ഞു നോക്കി, ഒരു രക്ഷയുമില്ല. ഇപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയേ ഉള്ളൂ. കുഞ്ഞുങ്ങളും ഇത് കേൾക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ ദുഃഖമുണ്ട്. ഞാൻ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? അച്ഛൻ ഉചിതമായ മറുപടി ശാലോം ടി വിയിലൂടെ തരണം. ലിസിയുടെ വിഷയം ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇവിടെ വളരെ പോസിറ്റീവായിട്ടാണ്, എന്നോട് യാതൊരു കുഴപ്പമില്ല, നല്ല ഭർത്താവാണ് എന്നൊക്കെ ഒരു ഭാര്യ പറയുന്നത് എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ചിലരെപ്പോഴും വിമർശന ചിന്താഗതിയുള്ളവരാണ്. അതാണ് ഇവിടെ ഈ ഭർത്താവിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. ചിലപ്പോൾ ചെറുപ്പകാല അനുഭവങ്ങൾ അതിന് ഇടയാക്കിയതാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ, ചെറുപ്പത്തിലുണ്ടായ ചില അനുഭവങ്ങളൊക്കെ ആവാം അങ്ങനെ ആയത്. ഇത്തരത്തിലുള്ളവരെ ഞാനും കണ്ടിട്ടുണ്ട്. എല്ലാറ്റിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു രോഗമാണ് വാസ്തവത്തിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആന്തരിക മുറിവുകളിൽ നിന്ന് ഇതുണ്ടാകാവുന്നതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 പറയുന്നു, അല്ലയോ മനുഷ്യ, നീ ആരു തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ശരിയല്ല എന്നാണ് തിരുവചനം പറഞ്ഞു വെക്കുന്നത്. സങ്കീർത്തനം 50:19 മുതൽ 20 വരെ വാക്യങ്ങൾ പറയുന്നു, നിൻ്റെ വായ് നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു, നിൻ്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു, നീ നിൻ്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സദാ കുറ്റം പറയുന്നു, വിമർശിക്കുന്നവരുണ്ട്. ഇത് ശരിയല്ല എന്ന ഈ തിരുവചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ലിസി ചെയ്യേണ്ടത് ആദ്യമായി അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുക. അതിൽ തീർച്ചയായിട്ടും വലിയ ഒരു പരിഹാരമാണ്. രണ്ടാമത് എല്ലാം കേൾക്കുക. ഇപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു തുടങ്ങുക, ഒരാൾ കുറ്റം പറഞ്ഞു തുടങ്ങുക, ഉടനെ വായടയ്ക്ക് മനുഷ്യനെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ, ഇവിടെ പറയരുത് കേട്ടോ, ഇങ്ങനെ എതിർക്കണ്ട, കേൾക്കുക, പുറത്തിറങ്ങി പോകട്ടെ. അത് റിലീസാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു ആശ്വാസം കിട്ടും. പിന്നെ സമയം പോലെ നമുക്കും കുറവുകളില്ലേ എന്ന് ചോദിക്കുക. നമുക്കൊക്കെ എന്തുമാത്രം കുറവുകളുണ്ട്, മറ്റുള്ളവരെ വിധിക്കാൻ മാത്രമല്ല. അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല കേട്ടോ, പിന്നീട് ശാന്തമായിരിക്കുന്ന സമയത്ത് ചെയ്യണം. മത്തായി 7:12 പറഞ്ഞു കൊടുക്കണം. എന്നാന്ന് എല്ലാവർക്കും അറിയാം, സുവർണ്ണ നിയമമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. നല്ല നേരം നോക്കി അതെന്ന് പറയുക. നമ്മളെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെന്തിനാ വരുന്നത് മറ്റുള്ളവർ പറയുക? അത് മറ്റൊരു അവസരങ്ങളിൽ പറയുക. കൂടാതെ പ്രേരിപ്പിച്ച് പറ്റുമെങ്കിൽ രണ്ടുപേരും കൂടെ ഒരാന്തരിക സൗഖ്യ ധ്യാനത്തിന് പോകുന്നത് നല്ലതാണ്. അതൊത്തിരി ഉപകാരം ചെയ്യും. എൻ്റെ ചിന്ത ചെറുപ്പകാലങ്ങളിലെ ചില അനുഭവങ്ങളൊക്കെ ഇതിന് പുറകിലുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രേരിപ്പിച്ച് രണ്ടുപേരും കൂടെ, അയാളെ മാത്രം വിടരുത്, എല്ലാറ്റിനും ഇവർ പ്രാർത്ഥിക്കുക. ദൈവം ആ ഭർത്താവിനെ വിശുദ്ധീകരിക്കും. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എനിക്ക് ഉറപ്പാണ് ഈ പ്രശ്നം ലിസി വഴിയായി ആ മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് അതിനായിട്ട് അങ്ങേറ്റം ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിമ്മിക്ക് എന്ത് പറയാനുള്ളത്? സഭാധികാരികളിൽ നിന്നും ഒരുപക്ഷെ വല്ല തിക്താനുഭവവും കിട്ടിയിട്ടുള്ള മനുഷ്യനാണോ ഇതെന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അവരെ എതിർത്തേ സംസാരിക്കുകയുള്ളൂ. അവരുടെ ബ്ലഡിലിങ്ങനെ അലിഞ്ഞു കിടക്കും അത്. അപ്പം പ്രത്യേകം ഈ ഭർത്താവിന് വേണ്ടി ലിസി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. പിന്നെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുക. പിന്നെ അദ്ദേഹത്തോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം
നാവിൻ്റെ ഉപയോഗത്തെ പറ്റിയാണ് പറയുന്നത്. നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും അതുകൊണ്ട് തന്നെ ദുഷിപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം നാവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ അത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക. നല്ല എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല, എപ്പോഴെങ്കിലും ഏതായാലും മദ്യം ഉപയോഗിക്കുന്ന കാര്യം പറയുന്നുണ്ടോ? മദ്യം ഉപയോഗിക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. അപ്പം മദ്യം ഉപയോഗിക്കാത്ത ആളാകുമ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ അത് കേൾക്കും, ഇച്ചിരി സമയം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പം പള്ളിയിൽ പോയച്ച് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് പറയുമെന്നാണ് പറഞ്ഞത്. അപ്പം പള്ളിയും പള്ളിയുടെ അധികാരികളുമായിട്ട് നല്ല യോജിപ്പിലല്ല. ഒന്നുകിൽ ചെറുപ്പകാലങ്ങളിൽ വീട്ടിൽ മാതാപിതാക്കളിൽ നിന്ന് ഇവരെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പുള്ളിക്ക് എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കൊണ്ട് പറയാൻ സാധ്യതയുണ്ട്. പിന്നെ മക്കളുടെ മുൻപിൽ വെച്ചത് ഒരിക്കലും പറയാതിരിക്കുക. കർത്താവിൻ്റെ അഭിഷിക്തരെ തൊട്ട് പോകരുതെന്നാണല്ലോ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മക്കളുടെ മുൻപിൽ വെച്ച് ഇവരെ കുറ്റം പറഞ്ഞാൽ അവരും ഈ പാതയിൽ തന്നെ പിന്തുടരും. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ നമ്മുടെ നാവ് തിന്മയിൽ ഉപയോഗിക്കരുത്. പക്ഷേ അതോടൊപ്പം തന്നെ നിമ്മിയുടെ സൂചന നൽകുന്നത് ഒരുപക്ഷെ ഒരു സഭാധികാരികളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം ഇവിടെ നിമ്മി പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതൊരു ആന്തരിക മുറിവായിട്ട് ഉണ്ടായിരിക്കാം. അത് ഹീൽ ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് ടോംസൺ എന്ന് പറയുന്നത്. എനിക്കതിനകത്ത് പറയാനുള്ളതേ, കുടുംബത്തിലേക്ക് ശാപം കടന്നു വരുന്ന ഒരു വലിയ വഴിയായത് അത് എന്തുകൊണ്ടും ആ നാവ് അടക്കാൻ ആ സഹോദരൻ ശ്രമിക്കണം. അതെ, ഇന്നിപ്പം ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തമ്പുരാന് വേണ്ടിയിട്ട് സമർപ്പിതരായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാ വൈദികരും കന്യാസ്ത്രീകളും. ഇന്ന് സഭയുടെ നിലനിൽപ്പിനകത്തൊരു വലിയ ശക്തമായ പങ്ക് അവരുടേതല്ലേ. നമ്മളിന്ന് ഈ ഭൂമിയിൽ ഈ സഭയുടെ എന്തെങ്കിലുമൊക്കെ നന്മ ആസ്വദിക്കുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയേറെ സഹനങ്ങൾ അവരുടെ ഉണ്ട്. നമ്മളത് കാണണം. കുറവുകളില്ലാത്ത മനുഷ്യരാരാ ഉള്ളത്? എല്ലാ മനുഷ്യരിലും കുറവുണ്ട്. അതുകൊണ്ട് പുരോഹിതരെ അവരെ വിമർശിച്ചാൽ സ്വന്തം തള്ളെ തല്ലുന്നത് പോലെയാണ്. തള്ളെ തല്ലിയാൽ തള്ള തിരിച്ച് തല്ലത്തില്ലല്ലോ, അല്ലെങ്കിൽ അത് സഹിക്കും എന്ന് പറയുന്നത് പോലെ പുരോഹിതർ ഇത് കേട്ടുകൊണ്ട് വേദനയോടെ അവർക്ക് പറയാനുള്ളത് തമ്പുരാനോട് മാത്രമാണെന്ന് ഓർക്കണം. അവരുടെ വേദന അവർ പള്ളിയിൽ ചെന്ന്, നമ്മുടെയൊക്കെ നമുക്കൊരു പ്രയാസം പോകണ വഴിക്കുണ്ടായാൽ നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മുടെ ഭാര്യയോട് പറയില്ലേ, അമ്മയോട് പറയും, അല്ലേ മക്കളെ വിളിച്ച് പറയും. നമുക്കതൊരു റിലീഫാണ്. അവരൊരാശ്വാസം പറഞ്ഞു എല്ലാം എനിക്ക് ആയി കഴിഞ്ഞ് നമുക്കത് ഫ്രീ ആകും. അതേസമയം പുരോഹിതർ ആരോട് എന്ന് പറയും, അവരവിടെ ചെന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നിലവിളിക്കും. ഇത് നമ്മുടെ കുടുംബത്തെ കാർന്നു തിന്നുന്ന ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അതിന് വഴി ഒരുക്കരുത്. തെറ്റില്ലാത്തവരാരാ, കുറ്റമില്ലാത്തവരാരാ, അത് വളരെ ശ്രദ്ധിക്കണം. പുരോഹിതരോട് തമ്പുരാൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരാ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ സാവൂള് ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച് പോണ വഴിക്ക് കർത്താവ് അവനോട് പറഞ്ഞ് താഴെ വീണ് കഴിഞ്ഞപ്പോൾ നീ ആരാന്ന് ചോദിച്ചപ്പം നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാ ഞാനെന്നാ പറഞ്ഞേ. അവരെ പീഡിപ്പിക്കുമ്പം തമ്പുരാനോട് തന്നെയാണെന്ന് ഓർത്തോണം. നമ്മൾ അവിടെ കോംപ്രമൈസിന് ഒരു അർത്ഥവുമില്ല. പുരോഹിതരുടെ കുറവുകൾ കാണും, കുറ്റങ്ങൾ കാണും. പക്ഷേ സ്നേഹത്തോടെ പള്ളിമേടെ ചെന്നിട്ടച്ചാ എനിക്കതിങ്ങനെ ഫീൽ ചെയ്തു. അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രവൃത്തിയിൽ ഇത് സ്നേഹത്തോടെ പറയാം. നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ മക്കളോ അല്ലേ. അതിന് പകരം മാറി ഇരുന്നുകൊണ്ട് കുടുംബത്തിലോ കടയിലോ പോയിരുന്നുകൊണ്ട് അവരെ വിമർശിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ഞാൻ ഈ പറയുന്നത് സഹോദരനോട് മാത്രമല്ല, കേൾക്കുന്ന സകല ആളുകളും ഈ നമ്മുടെ ഇടയിൽ നമ്മുടെ ആളുകൾക്കൊരു ശീലമുണ്ട്, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കടത്തിനെ പോയിരുന്നു വിമർശിക്കുക. ഇതൊക്കെ മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്ന് ഓർക്കണം. ഒരിക്കലും അരുത്. നമ്മുടെ കുടുംബത്തെ അനർത്ഥങ്ങൾ കയറി വരും. ഇന്ന് നമുക്കറിയാം, നമ്മളുടെ കുടുംബങ്ങളിൽ കന്യാസ്ത്രീകളുടെ എണ്ണം വളരെ കുറഞ്ഞു സഭയിലെ. ഒരു പക്ഷേ എങ്കിലേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തലമുറയിലൊക്കെ കന്യാസ്ത്രീകളുടെ പോരായ്മകൾ അച്ഛന്മാരെ അത്രയും പറഞ്ഞിട്ടില്ല. കന്യാസ്ത്രീകളെ വിമർശിച്ചിട്ടുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇത് കണ്ടും കേട്ടും അറിഞ്ഞും വരുന്നവർ ആ മേഖലയിലോട്ട് പോകത്തില്ല. ഈ മദർ തെരേസയെ പോലോ അതുപോലെ വിശുദ്ധരായി ജീവിച്ച് അനേകരെ പോലെ ജീവിക്കേണ്ട പലരെയും തടഞ്ഞതിനകത്ത് നമ്മൾ ഉത്തരവാദികളല്ലേ. അത് ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് ദയനീയമായിട്ട് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു റിക്വസ്റ്റ് സഹോദരനോടുള്ളത്. അപ്പോൾ സഹോദരി അതിനകത്ത്, ഇപ്പോൾ സഹോദരൻ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, സഹോദരിക്ക് അതിനകത്ത് ചെയ്യാവുന്നത് അതിനെല്ലാം മാപ്പപേക്ഷിച്ച് വിശുദ്ധ കുർബാനയിൽ പോയി പ്രാർത്ഥിക്കുക. ആ സഹോദരനെ കുമ്പസാരത്തിന് നിർബന്ധിച്ചിട്ട് പോയി കുമ്പസാരിച്ച്, നല്ല മനുഷ്യനാണല്ലോ, പോയി കുമ്പസാരിച്ചിട്ട് ഈ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് കുടുംബത്തിന് ശാപം ഉണ്ടാക്കാതെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയ്ക്ക് ശാപത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും ടോമിച്ചൻ സൂചിപ്പിച്ചത് പ്രധാനമായിട്ടും
സഭയെ വിമർശിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് വിമർശിക്കുന്നത്. പൗലോസ്ലീഹ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് നമുക്ക് കുടുംബത്തിന് നന്മയല്ല. കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പൊതുവെ സമർപ്പിതരെക്കുറിച്ച് ഉണ്ടാവണം എന്ന് ടോമിച്ചൻ വളരെ ഇമോഷണലായിട്ട് തന്നെ, വികാരപരമായിട്ട് തന്നെ പറഞ്ഞു എന്ന് ഞാൻ പറയും. അത് പറ്റുന്നിടത്തോളം ലിസി ഭർത്താവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സ്നേഹത്തിൽ അയാളെ നേടിയെടുത്ത് കൂദാശകളിലേക്ക് നയിക്കണം എന്നുള്ളതാണ് ടോമിച്ചൻ പറഞ്ഞത്. എന്നെ വിളിച്ച് നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് കിടക്കാം അല്ലേ. ചങ്ങനാശ്ശേരിയിൽ നിന്നും ലൂമിനായാണ് ഈ കത്തെഴുതുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല. ആദ്യമൊക്കെ മദ്യപിച്ചാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യമായ തിരുത്തൽ കൊടുത്തില്ല. ഇപ്പോൾ മദ്യപിക്കുമ്പോൾ ഭയങ്കര വഴക്കാണ്. കൂട്ടുകാരോടൊക്കെ നിസ്സാര കാര്യത്തിന് വഴക്ക് പിടിക്കും. അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. മോൾ നഴ്സിങ്ങിന് പൂനായ്ക്ക് പോയിരിക്കുകയാണ്. ലോൺ എടുത്താണ് പഠിപ്പിക്കുന്നത്. ലോൺ അടയ്ക്കണമെന്ന ചിന്ത പോലുമില്ല. ഇതുകൂടാതെ എപ്പോഴും അച്ഛന്മാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്തു ചെയ്യും? ആവശ്യമായ നിർദ്ദേശങ്ങൾ ഷാലോം ടി വിയിലൂടെ തരാമോ? ലുമിനയെ മനസ്സിലാക്കുന്നു. ലുമിന മദ്യപാനം വലിയ വിപത്താണെന്ന് മനസ്സിലാക്കി മുളയിലെ നുള്ളേണ്ടതിൻ്റെ ആവശ്യകത ഈ കത്ത് നമുക്കെല്ലാം മനസ്സിലാക്കി തരികയാണ്. ഞാനവിടെ ലുമിനയോട് മാത്രമല്ല പറയുക, അനേകം ആളുകളോട് പറയാം. ചിലരിങ്ങനെ കരുതാറുണ്ടോ, കുറച്ചൊക്കെയല്ലേ ഉള്ളൂ, വലിയ കുടിയൊന്നുമില്ല, പോട്ടെ എന്നൊക്കെ വിചാരിച്ചതിനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന ചിലരെങ്കിലും സ്ത്രീകളുടെ ഇടയിലും ഉണ്ട്. ഓ, ആണാണേ ഇച്ചിരി കുടിക്കും, കുഴപ്പമില്ല, നീ വേണേ ഇച്ചിരി തന്നാൽ ഞാനും കുടിച്ചേക്കാം, എന്നിങ്ങനെയൊക്കെയുള്ള മനോഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവരോട് അച്ഛൻ പറയാനുള്ളത്, ഇതൊരു നല്ല ഒരു ഐ ഓപ്പണറാണ്, കണ്ണു തുറക്കണം നമുക്ക് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ആസക്തിയായിട്ടത് മാറിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെല്ലാം അതിൽ വിഷമിക്കുകയാണെന്ന് മനസ്സിലാക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:13 പറയുന്നുണ്ട്, മദ്യലഹരിയിൽ നിബദിക്കുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ്, അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് തന്നെയാണ് പൗലോസ്ലീഹ എടുത്തു പറയുക. വീട്ടിലെ കടം പോലും ചിന്തിക്കാതെ ഇങ്ങനെ കഴിക്കുന്നത് എത്രയോ വിഷമമാണ്. സുഭാഷിതം 20:1 പറയുന്നു, മദ്യത്തിനടിമപ്പെടുന്നവന് വിവേകമില്ല. ഇവിടെ കടമുണ്ടോ, ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാനുള്ള അവസ്ഥയില്ല അവന്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ലൂമിന ഉപദേശിച്ചാൽ ഒരുപക്ഷെ ഇയാൾ സ്വീകരിക്കണമെന്നില്ല, എനിക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്പം ചികിത്സ വേണം. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പോകാനൊക്കെ സാധ്യത കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അയാൾ അറിയാതെ തന്നെ ഹോമിയോ മരുന്ന് കൊടുക്കണം. നമുക്കിവിടെ ഈ കത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നായതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ചങ്ങനാശ്ശേരിയിൽ ആത്മത എന്ന് പറയുന്ന നമ്മുടെ രൂപതയുടെ ഒരു സ്ഥാനമുണ്ട്. അവിടെ ഈ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഡോക്ടർമാരവിടെയുണ്ട്. നമ്മൾ കണ്ട് പരിശോധിച്ച് വേണ്ട മരുന്ന്, അദ്ദേഹം പോയില്ലെങ്കിലും ലൂമിനായ്ക്ക് പോകാൻ പറ്റും. വിശദമായി ലക്ഷണങ്ങളൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മരുന്ന് നൽകും, അത് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ കുറച്ചുകൂടെ ഒരു കുറവ് വന്നു, മദ്യപാനത്തിൽ കുറച്ചൊക്കെ കുറവ് വന്നു കഴിയുമ്പം ഒരുമിച്ചൊരു ധ്യാനത്തിന് പോകുന്നത് നല്ലതാണ്. ഒരു ആത്മീയതയിലേക്ക് കടന്നു വരുവാൻ അത് അവരെ സഹായിക്കും. പിന്നെ അച്ഛന്മാരുടെ കുറ്റം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലെ കുറ്റബോധം കൊണ്ടായിരിക്കും. കാരണം ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. വേറെ ആളുടെ കുറ്റം പറഞ്ഞാൽ അങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്. ഞാനൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വേറൊരാളുടെ കുറ്റം പറയുമ്പം ഞാൻ അത്ര മോശമല്ലെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റാണ്. അതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന ഒരു ആശ്വാസം കിട്ടും. അതുകൊണ്ട് കുറ്റം പറയുമ്പോൾ ഇതും ധ്യാനത്തിലൂടെ മാറ്റിയെടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൂമിന ഇത്രമാത്രം ജീവിത പങ്കാളി രക്ഷയിൽ താല്പര്യമെടുക്കുന്നതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. ലൂമിനയ്ക്ക് വളരെ രക്ഷയിലേക്കുള്ള ഒരു കണ്ണുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു കത്തെഴുതിയത്. 1 കൊരിന്തോസ് 7:14 പറയുന്നുണ്ട്, ഭാര്യ മുഖേന ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടണം. പ്രാർത്ഥിക്കാം ലൂമിന. ശരിക്കും ഭർത്താവിന് വേണ്ടി തിരക്തം തളിച്ച് ലൂമിന പ്രാർത്ഥിക്കുക, മാറ്റമുണ്ടാകാം. ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ്. ടോമിച്ചൻ എന്താ പറയാനുള്ളത്?
തീർച്ചയായിട്ടും സഹോദരിയുടെ കത്തെഴുതാനുണ്ടായ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഇത് അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ അനേകർക്കൊരു ഓപ്പണിങ്ങാണ്. ആദ്യകാലത്ത് തിരുത്തിയിരുന്നെങ്കിൽ മാറ്റാമായിരുന്നത് ഒന്നാണ് ഇതെന്ന് ആ കത്തിൽ വ്യക്തമാണ്. പല ആളുകളുടെയും മനോഭാവം ആണുങ്ങൾ ഇച്ചിരി കുടിച്ചോട്ടെ, അതിനെന്നാ കുഴപ്പം, വേറെ ഉപദ്രവമൊന്നും ഇല്ലല്ലോ, വീട്ടിലൊരു കുഴപ്പവും ഇല്ല, പിന്നെ പുള്ളി ഇച്ചിരി കുടിക്കുന്നതിന് എന്തിനാണ് ഞാൻ എതിർക്കുന്നത് എന്നൊക്കെ പറയുന്ന അനേക സഹോദരിമാരെ എനിക്കറിയാം. അതുകൊണ്ട് ഇത് അടുത്ത സ്റ്റേജിലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഈ കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യമുണ്ടാകണമെന്ന് ഒരു റിക്വസ്റ്റ് ആദ്യമുള്ളത്. കാരണം ഇപ്പം നമ്മുടെ മകനോ സഹോദരനോ ഭർത്താവോ വല്ലപ്പോഴുമൊക്കെ ഒരു രസത്തിന് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും അടിമയാകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സർട്ടൺ ആളുകൾ ആ മദ്യത്തിൻ്റെ അടിമകളായിട്ട് മാറുന്നത് കാണാം. അത് 5% ആളുകൾ അങ്ങനെയാകുന്ന എത്ര 5% ആളുകൾ ഒറ്റക്കുടി കൊണ്ട് ഒറ്റക്കുടി കൊണ്ട് 5% എന്നുണ്ടെങ്കിൽ എൻ്റെ അറിവനുസരിച്ച് കുറേ കൂടെ ഇന്നിപ്പം ആസക്തി ഒത്തിരി റെഗുലറായിട്ട് മദ്യം കഴിച്ചിട്ട് ഒത്തിരി ആസക്തിയിലേക്ക് പോകുന്നവർ ധാരാളമാണ്. ഇത് ഈ തലച്ചോറിനകത്തുള്ള എന്തോ ഒരു പ്രത്യേകതയാണ് ഇതിന് കാരണമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. അപ്പം ഇത് ആര് അടിമയായി പോകുമെന്ന് ആദ്യത്തെ മദ്യപാനം കൊണ്ട് ആർക്കും അറിയില്ല. ആദ്യത്തേൽ തന്നെ അടിമത്തത്തിൻ്റെ ആസക്തി വളരുന്ന അവസ്ഥ അനേകരിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളായാലും കൊള്ളാം, സഹോദരനായാലും കൊള്ളാം, കെട്ടിയവനായാലും കൊള്ളാം, മദ്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പോലും എടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ എന്നൊരു റിക്വസ്റ്റാണ് ഉള്ളത്. കേരളം നമുക്കറിയാം ഇന്ന് മദ്യത്തിൻ്റെ പിടിയില്ല. അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും കടമയും ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാം ആ കാര്യത്തിൽ ഞാനിത് പറയുന്നത് എൻ്റെ വീട്ടിൽ മദ്യപാനം നിർത്തിയ ആളുകളുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒത്തിരി ആളുകളുടെ വേദനകൾ കേൾക്കുന്നത് കൊണ്ടുകൂടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നതിനകത്ത് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ സഹോദരിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു താല്പര്യം കൊണ്ട് എഴുതിയത് കൊണ്ട് ഇത്രയും ആളുകൾക്ക് അതേപ്പറ്റി ഒരു ബോധം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ബോധ്യം ഒന്ന് പറയാൻ ഞങ്ങൾക്കൊരവസരമാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് നന്ദി പറയുന്നതോടൊപ്പം ഇനിയാണെങ്കിലും ഈ ഹസ്ബൻഡിനെ നേടിയെടുക്കാൻ പറ്റും. അദ്ദേഹത്തെ വലിയ അടിമത്തത്തിലേക്ക് പോയിട്ടില്ലെന്നാണ് കണക്കാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തെ സ്നേഹത്തോടെ വീണ്ടെടുക്കണം. ഈ രാത്രി കാലങ്ങളിലുള്ള കൂട്ടുകെട്ടിന് വിടരുത്. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൂടെ ഇരുത്തണം. ഈശോയെപ്പറ്റി ഈശോയുടെ ആ കൃപ കടന്നു വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിപ്പെൻഡൻസി ഇവർക്ക് ആവശ്യമാണ്. ഇവ ഒന്നീ മദ്യത്തിനാകും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് അവർ പോകും. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവന്നാൽ, ദൈവികമായ ഒരു അനുഭവത്തിലേക്ക് ഇവർ വന്നാൽ അത് ഒത്തിരി നല്ലതായിരിക്കും. കുടുംബത്തിന് അനുഗ്രഹമാകും, അവരുടെ അതിൽ നിന്ന് മോചനം നേടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തലത്തിൽ അതിനെ വീണ്ടെടുക്കാനായിട്ട് പ്രാർത്ഥിക്കുക. നിരന്തരം ഈ പുള്ളിക്കാരനെ ഉപദേശിക്കുന്നതിലപ്പുറം വൈകിട്ടൊക്കെ കുടിയും കഴിഞ്ഞ് വരുമ്പോഴോ അല്ലാതെ കിടക്കുമ്പോഴോ ഒക്കെ ചെന്നിരുന്ന് ആ കാലയിലോ കയ്യിലോ തലയിലോ കൈ തൊട്ടുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നേ. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ മനുഷ്യനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആസക്തിയെ കഴുകിക്കളയാൻ, ആസക്തികളിൽ നിന്നാണ് വീണ്ടും പോണേ, അത് കഴുകിക്കളഞ്ഞ് ആ ബ്ലഡിൽ അതിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്തവണ്ണം ഈശോയുടെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ അത്രയും വന്നു കഴിഞ്ഞാൽ ഈ വൈദികരെ കുറ്റം പറയുന്നത് നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞതുപോലെ വൈദികരെ കുറ്റപ്പെടുത്തരുത്, കന്യാസ്ത്രീകളെ കുറ്റപ്പെടുത്തരുത്. പോരായ്മകളുണ്ട്, പക്ഷേ അത് നമ്മളുടെ കുടുംബത്തിന് അനുഗ്രഹത്തിന് കാരണമാകില്ല. അതുകൊണ്ട് സഹോദരി അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ ഇനിയും വലിയ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇപ്പം വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒത്തിരി കൂടെ ശ്രദ്ധിച്ചു പോകുക, പ്രാർത്ഥിക്കുക, കർത്താവ് ഫലം തരും. ടോമിച്ചൻ്റെ അഭിപ്രായത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകണം. മദ്യം കൊണ്ട് പൂരിതമാകാതെ പരിശുദ്ധാത്മാവിനെ പൂരിതമാക്കണം. അതിനുവേണ്ടി സഹോദരി അദ്ദേഹത്തിൻ്റെ കൈ തൊട്ടോ കാല് തൊട്ടോ ഒക്കെ പ്രാർത്ഥിക്കണം എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുവഴി അത് സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. നിമ്മ എന്ത് പറയുന്നു? മദ്യപാനം അനവധി നാശങ്ങളെ വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക തകർച്ച, മാനനഷ്ടം, ആത്മനാശം എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പം സഹോദരി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ വൈദികരെ കുറ്റം പറയുന്നു. വൈദികരെ കുറ്റം പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഒന്നുകിൽ മദ്യപാനത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. ഏതായാലും മറ്റുള്ളവരെ വിധിക്കുവാൻ നാം ആരുമല്ല. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം വായിച്ച് മനസ്സിലാക്കുക. അതിനകത്താണ് മറ്റുള്ളവരെ വിധിക്കരുത് എന്നുള്ള അതിനെ ആസ്പദമാക്കി തന്നെയാണല്ലോ
നമ്മുടെ പോപ്പ് ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. അതായത് ഇപ്പോഴത്തെ കരുണയുടെ വർഷത്തിലുള്ള പ്രധാന വാക്യം നിങ്ങൾ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കാൻ. അപ്പം വിധിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ആസ്പദമാക്കി തന്നെയാണ് പിതാവ് അത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കരുണയുടെ വർഷത്തിൽ ലൂമിന പ്രത്യേകം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക, കരുണയോടുകൂടി അവനെ ശുശ്രൂഷിക്കുക, പിന്നെ വൈദികരുടെ കുറ്റം പറയുവാൻ അനുവദിക്കാതിരിക്കുക, പിന്നെ മദ്യം കുടിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് മകളുടെ ലോണൊക്കെ അടച്ച് തീർക്കാം എന്നൊക്കെ പറയുന്നത് നന്നായിരിക്കും. നല്ല സമയം നോക്കി പറയണം. അങ്ങനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ അതരത്തിൽ വിശുദ്ധ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പം അതരം കൊണ്ട് ചീത്ത കാര്യങ്ങൾ പറയാതിരിക്കും, വൈദികരെ കുറ്റം പറയാതിരിക്കും. അപ്പം വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥനയിലൂടെ നേടുക. അതുപോലെ തന്നെ ടോൺസിനോട് ചേർന്ന് പറയുകയാണ്, അത്തരങ്ങളിൽ കുരിശ് വരച്ചുകൊണ്ട് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറ്റം ഉണ്ടാകും. അങ്ങനെ അദ്ദേഹത്തെ നേടുവാനായിട്ട് ലൂമിനായ്ക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഞങ്ങളും ലൂമിനായ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. പ്രതീക്ഷയോടുകൂടി, നിരാശ വേണ്ട, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കുക. നല്ല ഒരു കുടുംബം രൂപപ്പെടുത്തുവാൻ ലൂമിനയ്ക്ക് സാധിക്കും എന്ന് ഈശോയിൽ പ്രത്യാശിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു സ്നേഹധീയമായ പൊന്നുതമ്പുരാനെ, ഞങ്ങളിന്ന് അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിച്ച ഈ ലിസിയുടെയും ലൂമിനായുടെയും കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ആ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അങ്ങ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഒരു കുടുംബം വിമർശനാത്മകമായി നീങ്ങുന്നു, ഒറ്റ കുടുംബം മധ്യത്തിലും വിമർശനത്തിലും മുഴുകുന്നു. ഈ രണ്ട് കുടുംബങ്ങളെയും അങ്ങ് തന്നെ രക്ഷിക്കണം. അങ്ങ് കരനീട്ടിയവരെ ആശീർവദിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തം ആ കുടുംബത്തിലേക്ക് തളിക്കണമേ കർത്താവേ. എല്ലാ ബന്ധനങ്ങളും മാറ്റി അവരെ അത്ഭുതകരമായി രക്ഷിച്ച് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.